ലവ്ലി മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D പടം. മലയാളത്തിൽ എന്ന് പറഞ്ഞ് കൊച്ചാക്കിയെന്ന് വേണ്ട, ലോകത്തിൽ തന്നെ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു വേറെ 3D പടം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമുക്ക് 3D ഗ്ലാസ് വെച്ച് 2D ഫിലിം കാണാൻ പറ്റും. 3D ഗ്ലാസ് വയ്ക്കുന്നു, നമ്മൾ കാണുന്നു 2D ഫിലിം. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഞാൻ ഈ പടം എന്തിന് കണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ പറയാറില്ലേ, അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല. ഇതിൽ അവരൊന്നും ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനാകെ കൊള്ളാൻ തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ സോങ്സ്. ആകെപ്പോൾ 2 സോങ്സ് എന്തോ ഉള്ളൂ. ഈ 2 സോങ്സും അടിപൊളിയാണ് കേട്ടോ. പിന്നെ വിഷ്വൽസിൽ എടുത്ത ലൊക്കേഷൻ, ക്യാമറ വർക്കൊന്നും എനിക്ക് അത്ര എക്സ്ട്രാ ഓർഡിനറി ആണെന്നൊന്നും തോന്നിയില്ല. പക്ഷെ ആ എടുത്തിരിക്കുന്ന ലൊക്കേഷൻ, അത് ഏത് സ്ഥലമാണ് എനിക്ക് പോകാൻ തോന്നുന്ന ആഗ്രഹം. ഒരു അടിപൊളി സ്ഥലം. ഈ ആകെപ്പോൾ 2-3 സീനിലെങ്ങാണ്ട് വരുന്നുള്ളൂ. അത് വരുന്നു, എന്തൊക്കെ കാണിക്കുന്നു, പോകുന്നു. അതിനിടയ്ക്ക് ഈ മാത്യു തോമസ് കിടന്ന് കാണിക്കുന്ന എന്തുവാണ് ഇത്? പക്ഷെ ആ ഒരു ട്രെയിലറിൽ കണ്ടതുപോലെ ഈ ജയിലിനകത്ത് കിടക്കുന്ന ഒരു സീനില്ലേ, ആ ഒരു സീന് മാത്രമാണ് ഈ ഈച്ചയും മാത്യു തോമസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീന് കൊള്ളാവുന്നത്. പക്ഷെ ആ ഒരു സീനില് ആ പാത്രം എടുത്ത് അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ ട്രെയിലറിൽ, ആ അടിയിലങ്ങ് ഈച്ച ചത്താമതി എന്നൊക്കെ എനിക്ക് തോന്നി. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു കേട്ടോ സിനിമ, ഭയങ്കര വെറുപ്പിക്കല്. സത്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പം ഈ സിനിമ എന്താണ് ഉദ്ദേശിച്ചത്, ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്തിനാണ് ഇവരൊക്കെ വന്നത് ഇതിനകത്ത്, ഈ സീനൊക്കെ എന്തിനെടുത്ത് എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് അനു.